ജൈത്രയാത്ര തുടരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം ഏകദേശം ഹാഫ് വേ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ 5-ാം അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് പഴയ നിയമത്തിൽ മോശെ കൽപ്പിച്ചതും പുതിയ നിയമത്തിൽ യേശു അതിൻ്റെ പുതിയ നിയമ നിവൃത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നതുമായ കാര്യമാണ് നമ്മൾ കാണുന്നത്. ആദ്യം യേശു ഇങ്ങനെ പറഞ്ഞു, ഡു നോട്ട് മർഡർ, കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മോശെ കൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, കൊല ചെയ്യുന്നത് വരട്ടെ. അതിനു മുൻപ് ഡു നോട്ട് ഈവൻ ബി ആംഗ്രി അറ്റ് യുവർ ബ്രദർ, സഹോദരനോട് കോപിക്കരുത്. കോപമാണ് കൊലപാതകത്തിൻ്റെ തുടക്കം. അത് ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. 2, യേശു പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഡു നോട്ട് കമ്മിറ്റ് അഡൾട്ടറി, വ്യഭിചാരം ചെയ്യരുത്. 7-ാമത്തെ കൽപ്പനയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഡു നോട്ട് ഈവൻ ബി ലസ്റ്റ്ഫുൾ, ഒരു ആസക്തിയോടുകൂടെ നോക്കുക പോലും ചെയ്യരുത്. 3-ാമത്തേതിലേക്ക് നമ്മൾ കിടക്കുന്നു. വേഴ്സ് നമ്പർ 31, മാത്യു 5:31. Furthermore, it has been said, whoever divorces his wife, let him give her a certificate of divorce. But I say to you that whoever divorces his wife for any reason, except sexual immorality, causes her to commit adultery. And whoever marries a woman who is divorced commits adultery. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ ഭാഗം മലയാളത്തിൽ വായിക്കാം. മത്തായി 5:31. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. പഴയ നിയമത്തിലെ ന്യായപ്രമാണം മുഴുവൻ മെയിൻലി എക്സ്റ്റേണൽ ലോസ്, പുറമേയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. ജീസസ് കെയിം ആൻഡ് ഇന്റേണലൈസ്ഡ് ഓൾ ദ ലോ. അതെല്ലാം ആന്തരികമാക്കി, അകത്തുള്ള മാറ്റങ്ങളാക്കി മാറ്റി. ഈ ഭാഗം, ഭാര്യയെ ഉപേക്ഷിക്കണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡിവോഴ്സ് കൊടുത്താൽ മതി. ഉപേക്ഷണ പത്രം അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്താൽ മതി. ആ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പഴയ നിയമത്തിൽ ഡ്യൂട്രോണമി 24:1, 2 and 3. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത്, ഇഫ് എ മാൻ മാരീസ് എ വുമൺ who becomes displeasing to him because he finds something indecent about her, and he writes her a certificate of divorce, gives it to her, and sends from his house. And if after he leaves his house she becomes the wife of another man, and her second husband dislikes her and writes her a certificate of divorce, give it to her and send her from his house, or if he dies, etc. etc. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളുടെ അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ 2-ാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ടെടുത്ത 2-ാമത്തെ ഭർത്താവ് മരിച്ചു പോകുകയോ ചെയ്താൽ മതി. പിന്നെ തുടർന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. അവിടെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഡിവോഴ്സ് കേസുകൾ, സെപ്പറേഷൻ കേസുകൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് മോശെ കൊടുത്ത ഭാഗമാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ കാലത്ത് അറബ് കസ്റ്റം, അറേബ്യൻ നാടുകളിൽ നിലവിലിരുന്ന കസ്റ്റം ഇതാണ്. ഏതെങ്കിലും ഒരു ഭർത്താവിന് ഭാര്യയെ ഇഷ്ടമായില്ല, കെട്ടിപ്പോയി, ഇനി എങ്ങനെയെങ്കിലും കളഞ്ഞാൽ മതി എന്ന് തോന്നിയാൽ അറബ് കസ്റ്റം അനുസരിച്ച് ഐ ഡിവോഴ്സ് യു, ഐ ഡിവോഴ്സ് യു, ഐ ഡിവോഴ്സ് യു 3 പ്രാവശ്യം പറഞ്ഞാൽ പൊക്കോ. ദാറ്റ്സ് ഓൾ. പ്രശ്നം തീർന്നു. എന്നാൽ മോശ പറഞ്ഞത് പോരാ. മോശ പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിവോഴ്സ് എഴുതി കൊടുക്കണം. അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ മോശയുടെ കാലത്ത് കിട്ടി. ലീഗലായിട്ട്, കാരണം എല്ലാം നിയമപരമായി
ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. ഇത്ര വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ ഭാഗത്ത് ഒന്നുകൂടി വായിച്ചു, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്തു, അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട്. NIV ട്രാൻസ്ലേഷനിൽ കാണുന്നത് ഇങ്ങനെയാണ്, ഹു ബിക്കംസ് ഡിസ്പ്ലീസിങ് ടു ഹിം, തനിക്ക് ഇഷ്ടം തോന്നുന്നില്ല, ബിക്കോസ് ഹി ഫൈൻഡ് സംതിങ് ഇൻഡീസെൻ്റ് അബൌട്ട് ഹെർ. അന്തസ്സില്ലാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ആകെ ചെയ്യേണ്ടത്, അതിന് പ്രത്യേക കാരണങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല, ഏത് കാരണത്താൽ ഉപേക്ഷിക്കാം എന്നവിടെ പറഞ്ഞിട്ടില്ല. അനിഷ്ടമായത് എന്തെങ്കിലും കണ്ടാൽ, ഇൻഡീസെൻ്റ് ആയിട്ടുള്ളത് കണ്ടാൽ, തനിക്ക് ഇഷ്ടക്കുറവുള്ള എന്തെങ്കിലും കണ്ടാൽ, അതെന്തും ആകാം, ആകെ ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് എഴുതുക. പക്ഷേ ഇതെങ്ങനെയാണ് യേശു കണ്ടത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. മാത്യു 19, മത്തായി 19, 8 and 9. Jesus replied, Moses permitted you to divorce your wives because of your hearts, because your hearts were hard. But it was not this way from the beginning. I tell you that anyone who divorces his wife, except for sexual immorality, and marries another woman, commits adultery. ഇതിൻ്റെ മുമ്പ് ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കാമോ? 7-ാമത്തെ അതിന് മുൻപ് ഒരു ഭാഗമുണ്ട്. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. ഇവന് ഈ വകുപ്പെല്ലാം അറിയാമോ, ഉപവകുപ്പുകൾ അറിയാമോ, മോശയുടെ ന്യായപ്രമാണം അറിയാമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. എന്തായിരുന്നു കർത്താവിൻ്റെ റെസ്പോൺസ്? അടുത്ത ഭാഗം അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. എന്ന് വെച്ചാൽ മോശയുടെ കാലത്തിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, അല്ലെങ്കിൽ ദൈവം അത് പറഞ്ഞിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവൻ അവളോട് പറ്റിച്ചേരും. എങ്ങനെ? മാതാപിതാക്കന്മാരെ പിരിഞ്ഞ് ഒരു ഭർത്താവ് ഭാര്യയോട് പറ്റിച്ചേരും. ഇനി അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ, ഒരു ശരീരമത്രേ. എന്ന് വെച്ചാൽ ദൈവം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു, അവരെ പിരിക്കരുത്. ഇതായിരുന്നു നിയമം. എന്നാൽ മനുഷ്യൻ മുന്നിലേക്ക് പോയപ്പോൾ ഹൃദയം കഠിനമായി കഴിഞ്ഞപ്പോൾ, അഥവാ ഒരു ഭർത്താവിന് ഭാര്യ ഇഷ്ടമല്ലെങ്കിൽ തുടരാൻ അനുവദിച്ചാൽ ഒരുപക്ഷെ ക്രൂരമായി അവളെ ആക്രമിക്കാം. കാരണം അന്നത്തെ കാലത്ത് സ്ത്രീകളെ വളരെയധികം ഹീനമായ രീതിയിലാണ് സമൂഹത്തിൽ കണ്ടിരുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു മീറ്റിംഗ് നടക്കുവാണ്, എത്ര പേരുണ്ടെന്ന് നോക്കിയ മക്കളെ, ഓടിച്ചെന്നിട്ട് ഇവിടെ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. ഇവിടെ ഒരാളെ കിട്ടും, ആ പുള്ളിനെയും കിട്ടാൻ സാധ്യതയില്ല, കാരണം ബാലന്മാരെ ഒന്നും അധികം എണ്ണില്ല, കുട്ടികളെ എണ്ണാറില്ല. ഇവിടെ മാത്രമേ ഹെഡ് കൗണ്ട് എടുക്കുകയുള്ളൂ. സ്ത്രീകളെ ഒരു മീറ്റിങ്ങിൽ, അത് ഏറ്റവും നല്ല തെളിവ് അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് ഓർമ്മയുണ്ടോ? 5000 പുരുഷന്മാർ, അത് മാത്രമേ എണ്ണുള്ളൂ. സ്ത്രീകൾ കൂട്ടം അത് കൂടെ ഉണ്ട്, അത് അത്രേ ഉള്ളൂ, കൗണ്ട് ചെയ്യില്ല. 2, ഒരു സ്ഥലത്ത് സാധാരണ രീതിയിൽ പരസ്യ സ്ഥലത്ത് സ്ത്രീകൾ അധികം വരാൻ അനുവദിക്കില്ല. ഇങ്ങനെ വരെ വിശ്വസിച്ചിരുന്നു. സ്ത്രീകൾക്ക് ആത്മാവില്ല എന്ന് വരെ വിശ്വസിച്ചിരുന്നു. അവർ സ്വർഗത്തിലും പോലെ ആത്മാവുമില്ല. അത് പിന്നെ പുരുഷന്മാരെ ഇങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടി ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ വരെ ചിന്തിച്ചിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് മോശ പറയുന്നത്, ഹൃദയകാഠിന്യ നിമിത്തം, അഥവാ നിനക്കിഷ്ടമല്ലേ, ഒരു ലെറ്റർ എഴുതി അല്ലെങ്കിൽ ഉപേക്ഷണപത്രം എഴുതി വിട്ടേക്കും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യട്ടെ? വേറൊരാളുടെ ഭാര്യയായി ജീവിക്കട്ടെ. അയാൾക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ എന്ത് ചെയ്യുക? അടുത്തൊരു സർട്ടിഫിക്കറ്റ് എഴുതുക, അല്ലെങ്കിൽ അയാൾ മരിച്ചുപോയി അടുത്ത ആൾക്ക് കൊടുക്കുക. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലവിൽ വന്നപ്പോൾ ഒരിക്കൽ യേശുവിനെ പരീക്ഷിച്ച് വേറൊരു ചോദ്യം ചോദിച്ചു. ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു, അയാൾ മരിച്ചുപോയി. ദേവരകർമ്മം എന്നൊന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ആ ഭർത്താവിൻ്റെ ഇളയ സഹോദരനുണ്ടെങ്കിൽ ആ ഇളയ സഹോദരൻ ഈ വിധവയെ വിവാഹം കഴിക്കണം, അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. അങ്ങനെ 2-ാമത്തവൻ വിവാഹം കഴിച്ചു, അയാൾ മരിച്ചുപോയി. അടുത്തയാൾ വിവാഹം കഴിച്ചു. ഇങ്ങനെ 7 സഹോദരന്മാർ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ചോദ്യം, കർത്താവേ, പുനരുത്ഥാനത്തിൽ, കാരണം ഇവർ പുനരുത്ഥാനത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, പുനരുത്ഥാനത്തിൽ വരുമ്പോൾ ഇയാൾ ആരുടെ ഭാര്യയായിരിക്കും? 7 പുരുഷന്മാരോടൊപ്പം അവൾ ജീവിച്ചു. കർത്താവ് എന്താ ഉത്തരം പറഞ്ഞു? പുനരുത്ഥാനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി, ഇങ്ങനൊരു സിസ്റ്റം ഇല്ല. അവിടെ എങ്ങനെയായിരിക്കും? എല്ലാവരും ദൈവദൂത തുല്യരായിരിക്കും, ഏഞ്ചൽസിനെ പോലെ ആയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെക്കുറിച്ച്
എല്ലാത്തിനും യേശുവിൻ്റെ കയ്യിൽ വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം അവിടെ നിന്നാണ് വന്നേ. ഇതിവർക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 20:35 എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിലുള്ള പുനരുത്ഥാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് കൊടുത്തത് അങ്ങനെയാണ്. ഇനി മത്തായി 19:8 വചനത്തിലേക്ക് വരാം. ജീസസ് റിപ്ലൈഡ്, Moses permitted you to divorce your wives because your hearts were hard. അത് അണ്ടർലൈൻ ചെയ്യുക. Because your hearts were hard. ഹൃദയ കാഠിന്യം നിമിത്തമത്രേ. അത് അടിവരയിടുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പഴയ നിയമത്തിൽ മനുഷ്യരുടെ ഹൃദയം കാഠിന്യമുള്ളതായിരുന്നു. പുതിയ നിയമത്തിലോ? പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, ആ കഠിനമായ ഹൃദയം, പാറ പോലെയുള്ള ഹൃദയം, കല്ലായുള്ള ഹൃദയം ഞാൻ പറിച്ചെടുത്ത് I'm going to do a heart transplantation. ഒരു ഹൃദയ മാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. എന്നിട്ട് എന്തു ചെയ്യും? മാംസമായുള്ള ഹൃദയം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഹാർട്ട് ഞാൻ നിങ്ങൾക്ക് തരും. ഹാർഡ്വെയർ എടുത്ത് മാറ്റി സോഫ്റ്റ്വെയർ ആക്കി. ഇത്രേ ഉള്ളൂ. കർത്താവ് ഇത് പുതിയ നിയമത്തിലേ ഉള്ളൂ. കാരണം എന്താ? ഞാൻ നിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും, ശുദ്ധവെള്ളം കൊണ്ട് തളിച്ച് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. ഇതെല്ലാം കാണിക്കുന്ന ആത്മപകർച്ചയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജനറൽ പോറിങ് ഔട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ എല്ലാ ഹൃദയങ്ങളിൽ നിന്നും പാറ പോലെ കടുപ്പമായുള്ള ഹൃദയങ്ങളെ കർത്താവ് എടുത്തു മാറ്റി പകരം വളരെ സോഫ്റ്റായി കുറ്റബോധമുള്ള, മനസാക്ഷിയുള്ള അല്ലെങ്കിൽ ആർദ്രതയുള്ള, കരുണയുള്ള ഹൃദയങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കും. ഞാൻ നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. 9, I tell you that anyone who divorces his wife except for sexual immorality and marries another woman commits adultery. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ഭാഗം ഇതാണ്, പരസംഗം നിമിത്തം അല്ലാതെ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എക്സെപ്റ്റ് ഫോർ സെക്ഷൽ ഇമ്മൊറാലിറ്റി. അതിൻ്റെ അർത്ഥം എന്താ? പരസ്ത്രീ ബന്ധമുണ്ടായാൽ, അവിഹിത ബന്ധമുണ്ടായാൽ പിരിയാം. കർത്താവ് അനുവദിച്ചു പിരിയാം. പിരിയണം എന്ന് പറഞ്ഞിട്ടില്ല, പിരിയാം. ഹീസ് ഗിവിങ് എ പെർമിഷൻ. കാരണം എന്താ? ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവർ ആ വിവാഹബന്ധത്തിന് വെളിയിൽ ഒരു പുരുഷനുമായോ സ്ത്രീയുമായോ ശാരീരിക ബന്ധത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വിവാഹം അസാധുവായി പോകും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ കട്ടായി, ഉടമ്പടി ലംഘിക്കപ്പെടുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് പിരിയാം. അതല്ലാതെ ഭർത്താവിന് പരസ്ത്രീകളുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പരപുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്ന ഗ്രൗണ്ടിൽ എന്തു ചെയ്യാം? പിരിയാം. പക്ഷെ അതല്ലാതെ മറ്റൊരു കാരണത്താലാണെങ്കിൽ എന്താ ഇവിടെ പറയുന്നത്? അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് അഡൾട്ടറി. അതിന് വ്യഭിചാരം എന്ന് കണക്കാക്കപ്പെടും. കർത്താവ് പറഞ്ഞതിൻ്റെ സാരം ഇതാണ്, എഴുതി വെക്കുക. ഡിവോഴ്സ് ഈസ് എ ട്രാജഡി. വിവാഹമോചനം ഒരു ദുരന്തമാണ്. മാരിറ്റൽ അൺഫെയ്ത്ത്ഫുൾനെസ് ഈസ് എ ക്രൂവൽ സിൻ എഗെയിൻസ്റ്റ് വൺസ് സ്പൗസ്. ജീവിത പങ്കാളിയോട് ചെയ്യുന്ന അതിക്രൂരമായ ഒരു പാപമാണ് എന്ത്? വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത. എഴുതണം. സ്വന്തം ജീവിത പങ്കാളിയോടുള്ള ക്രൂരമായ ഒരു പാപമാണ് എന്ത്? ജീവിത പങ്കാളിയോടുള്ള അവിശ്വസ്തത, വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കൽ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞത് ഇതാണ്, ബ്രദറെ എനിക്കവളെ വേണ്ട. എന്താ ബ്രദറെ കാരണം? ഉത്തരം, ഷീ ഡസ് നോട്ട് ബിലോങ് ടു മൈ വേവ് ലെങ്ത്. എൻ്റെ വേവ് ലെങ്ത്തിൽപ്പെട്ട ആളല്ല ഇവൾ. വേവ് ലെങ്ത് വേറെയാ, ഫ്രീക്വൻസി വേറെയാ.
ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ന്യായമായിട്ട് തോന്നും, പക്ഷെ അതിപ്പോഴല്ല ചിന്തിക്കേണ്ടത്, നേരത്തെ ചിന്തിക്കണമായിരുന്നു. വേവ് ലെങ്ത് ആദ്യം കണ്ടുപിടിക്കണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോഴല്ല വേവ് ലെങ്ത് അളക്കുന്നത്. ഇവളുടെ വേവ് എങ്ങനെയാണ്, എൻ്റെ വേവ് എങ്ങനെയാണ്, അപ്പോഴല്ല നോക്കണ്ടേ, നേരത്തെ നോക്കണമായിരുന്നു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? തമിഴ്നാട്ടിൽ നടന്നൊരു വിവാഹമോചനത്തിൻ്റെ കാരണം കേട്ടത്, അവിടെ നിന്ന് വന്നൊരു പാസ്റ്റർ എന്നോട് പറഞ്ഞു വിവാഹമോചനത്തിൻ്റെ കാരണം. ഭർത്താവ് കല്യാണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരു സദ്യ നടക്കുക. സദ്യ നടക്കുന്ന സമയത്ത് ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ സാമ്പാറിലോ കറിവേപ്പില ഇങ്ങനെ എടുത്തിട്ട് ചപ്പിയിട്ട് അവിടെ വെച്ചു. ഭാര്യ പറഞ്ഞു ഇയാളെ കൂടി ഞാൻ ജീവിക്കില്ല. ഡീസൻസി ഇല്ലാത്ത മനുഷ്യൻ, ടേബിൾ മാനേഴ്സ് ഇല്ല. ഡിവോഴ്സ് നടന്നു. എന്തിനാ? കറിവേപ്പില ചപ്പിയതിന്. ടേബിൾ മാനേഴ്സ് ഇല്ലാത്തൊരുത്തനെ കൂടെ ഞാൻ ജീവിക്കില്ല. ഏത് കാരണം ചൊല്ലിയും ഒരു ഭർത്താവിന് ഭാര്യയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഉപേക്ഷിക്കാമോ? ഉത്തരം, ഹൃദയകാഠിന്യ നിമിത്തം മോശ അത് പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏത് കാരണം ചൊല്ലിയും പാടില്ല, ഒരു കാരണം ചൊല്ലി പാടുണ്ട്. അതേതാ? പരസംഗം, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായി ബന്ധം, അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായി ബന്ധം ഉണ്ടെങ്കിൽ യു ക്യാൻ സെപ്പറേറ്റ്. ഇത് കർത്താവ് പറഞ്ഞു. അടുത്തൊരു ചോദ്യം, ഇത് മാത്രമുള്ള കാരണം ബൈബിൾ വേറെ ഏതെങ്കിലും കാരണമുണ്ടോ? അതും കൂടി കണ്ടുപിടിക്കും. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കോടതി നിയമമല്ല പറയുന്നത്. കോടതിയുടെ നിയമത്തിൽ മാനസിക രോഗമാണെങ്കിൽ അതുപോലെ കുറച്ച് കാരണങ്ങളുണ്ട്, അതിനാലൊക്കെ ഡിവോഴ്സ് കിട്ടും. പക്ഷേ ദൈവവചനം എന്ത് പറയുന്നു? അടുത്തത് 1 എഴുതിയല്ലോ, ദ ബൈബിൾ ഗീവ്സ് 2 ലെജിറ്റിമേറ്റ് റീസൺസ് ഫോർ ഡിവോഴ്സ്. ന്യായമായ 2 കാരണങ്ങളാൽ പിരിയാം. ഒന്ന്, മാരിറ്റൽ അൺഫെയ്ത്ത്ഫുൾനെസ്. പക്ഷെ ഓർക്കണം, അതും എന്തല്ല, പിരിയണമെന്ന് പറഞ്ഞിട്ടില്ല, പിരിയാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ തുടർന്നും ക്ഷമിച്ച് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം, അതിന് കർത്താവ് എതിരല്ല. പിരിയണമെങ്കിൽ പിരിയാം. ഒരു കാര്യം കൂടെ, പ്രീ മാരിറ്റൽ, അതായത് വിവാഹ ജീവിതത്തിന് മുമ്പ് ഭാര്യയ്ക്ക് ഒരാളുമായി അഫെയർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവിനുണ്ടായിരുന്നു, അതിനാൽ പിരിയാമോ? നോ. വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ജീവിതം നിങ്ങളുടേതല്ല. മനസ്സിലാവുന്നുണ്ടോ? വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ളത് കൺസിഡർ ചെയ്യാൻ പാടില്ല. പഴയ നിയമത്തിലുണ്ടായിരുന്നു, അതെങ്ങാനും കണ്ടുപിടിച്ചാൽ അപ്പോഴും ഉപേക്ഷിക്കാം. പക്ഷേ പുതിയ നിയമത്തിൽ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. അടുത്തത് 1 കൊരിന്ത്യർ 7-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള മുഴുവൻ ഭാഗവും എഴുതി വെക്കുക. 1 Corinthians chapter 7 verse number 10 through 17. വിവാഹം കഴിഞ്ഞവരോട് ഞാനുള്ള കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞൊന്നു വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരന് വിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ, ഇവിടെ എന്താ സംഭവം? എന്താണ്? ഫെയ്ത്ത്, വിശ്വാസം. ഒരാൾ കർത്താവിനെ സ്വീകരിച്ചു, ഒരാൾ വിശ്വാസത്തിൽ വന്നു. ഭർത്താവ് വിശ്വാസത്തിൽ വന്നു, ഭാര്യ വിശ്വാസത്തിൽ വന്നില്ല. പക്ഷേ അവൾ അവനോടുകൂടി പാർപ്പാൻ സമ്മതിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് പൊയ്ക്കോ, നിങ്ങൾ ബ്ലസ്സിംഗ് സെൻറ്ററിൽ പൊയ്ക്കോ, നിങ്ങൾ എല്ലാത്തിലും പൊയ്ക്കോ, പക്ഷേ ഞാനിങ്ങനെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പിരിയരുത്. അവൾക്ക് കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിരിയരുത്. അടുത്തത്, അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുമെങ്കിൽ ഭർത്താവിന് ഉപേക്ഷിക്കരുത്. തിരിച്ചു, ജീവിത പങ്കാളികളിൽ ഒരാൾ വിശ്വാസത്തിൽ വന്നാൽ മറ്റേയാൾ വിശ്വാസത്തിൽ വരുന്നില്ല എന്ന കാരണത്താൽ ഉപേക്ഷിക്കരുത്, കൂടെ താമസിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം, ദിസ് ഈസ് വണ്ടർഫുൾ. കാരണം ഒത്തിരി പേരുടെ തെറ്റിദ്ധാരണ ഈ ഒരു വചനം കൊണ്ട് മാറും. നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി വിശ്വാസത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു തോന്നൽ വരും, ഇവൾ നരകത്തിലോട്ട് ഞാൻ സ്വർഗത്തിലോട്ട്. എന്തിനിങ്ങനെ? ഒറ്റ റൂമിലാണ്, പക്ഷേ ഇവൾ പോകുന്നത് അങ്ങോട്ട്, ഞാൻ പോകുന്നത് ഇങ്ങോട്ട്. മാത്രമല്ല, ഇവൾ രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് അവളുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് പിശാചാണെങ്കിൽ ആ പിശാച് എൻ്റെ മേൽ കയറില്ലേ? ബൈബിൾ പറയുന്നു നോ. വായിച്ചേ, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടു. പിന്നെ അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ വിശ്വാസത്തിലില്ലാത്ത വ്യക്തിയുടെ ദുരാത്മാവോ അശുദ്ധിയോ പാപമോ ഇങ്ങോട്ടല്ല, നിന്റെ വിശുദ്ധിയും പരിശുദ്ധാത്മാവോ അങ്ങോട്ടേ പ്രവർത്തിക്കൂ.
കൈയടിച്ച് പാസ്സാക്കുക. നല്ലതല്ലേ? കാരണം നമ്മളുടേതുപോലെയുള്ള സഭകളിൽ ആണ് പ്രധാനമായി ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത്. പല ഡിനോമിനേഷനുകളിൽ ഇങ്ങനൊരു സിസ്റ്റം ഇല്ല. കാരണം അവിടെ ബയോളജിക്കൽ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. അപ്പനമ്മ തലമുറകളായിട്ട് ഇങ്ങനെ വിശ്വാസത്തിലുള്ള ഒത്തിരി സഭാവിഭാഗങ്ങളുണ്ട്. അവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്നില്ല, എല്ലാവരും അങ്ങനെ തന്നെ. ഓൾറൈറ്റ്. പക്ഷെ നമ്മുടേതുപോലുള്ള സഭകളിൽ ഒരാൾ ആദ്യം വിശ്വാസത്തിൽ വരുന്നു, അയാളുടെ ജീവിതത്തിലെ മാറ്റം അതൊക്കെ കണ്ട് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വേണം മറ്റേ ആൾ വിശ്വാസത്തിൽ വരാൻ. അപ്പോൾ ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. ശരിയാണോ? അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളൊരു സംശയം വരും, ഇവളെത്ര പറഞ്ഞിട്ട് രക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്തേക്കാം, ഇവളങ്ങ് വിട്ടിട്ട് നല്ല വിശ്വാസമുള്ളൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കും. കർത്താവ് പറഞ്ഞു നോ, വെയിറ്റ്. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താ? അവിശ്വാസിയായ ഭാര്യയിലോ ഭർത്താവിലോ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അശുദ്ധരല്ല, അവർ ശുദ്ധരായിരിക്കും. കാരണം നിൻ്റെ വിശുദ്ധിക്കാണ് അവളുടെ അശുദ്ധിയേക്കാൾ ശക്തി. Isn't that wonderful? അടുത്തത്, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. അടുത്ത വചനം, അവിശ്വാസി വേർപിരിയുന്നു എങ്കിൽ വേർപിരിയട്ടെ. അതും നിയമമല്ല, പെർമിഷനാണ്. വേണമെങ്കിൽ. ഒരു തരത്തിലും ഒത്തുപോകുന്നില്ല. ഇങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. സ്വന്തം ജീവിത പങ്കാളിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ സഹവാസവും നിയമാവലികളും സ്വന്തം നിത്യജീവനെ ബാധിക്കുന്ന ഒരവസ്ഥ വന്നാൽ വേണമെങ്കിൽ പിരിയാം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു അണ്ടർസ്റ്റാൻഡിങ് പോക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. പക്ഷെ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, ഒരു കാരണവശാലും നീ യേശുവിൽ വിശ്വസിക്കാൻ പാടില്ല. നീ എൻ്റെ ഭാര്യയാണെങ്കിൽ യേശുവിനെ നീ തള്ളിപ്പറഞ്ഞേ പറ്റൂ. അതിൻ്റെ അർത്ഥം എന്താ? സ്വന്തം നിത്യരക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പിരിയാം. നിത്യജീവൻ്റെ കാര്യം വന്നാൽ പിരിയാം, അതല്ലെങ്കിൽ പിരിയരുത്. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നത്? സമാധാനത്തിൽ ജീവിക്കാൻ. അത് 17 വരെ ആ ഭാഗം പോകുന്നുണ്ട്. അടുത്ത വചനം, സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇത് എല്ലാം കർത്താവ് ചെന്ന്. എന്നാൽ ഓരോരുത്തരും കർത്താവ് വിഭാഗിച്ചു കൊടുത്ത പോലെ, ഓരോരുത്തരും ദൈവം വിളിച്ചതുപോലെ അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സഭകളിലും ആജ്ഞാപിക്കുന്നത്. ഓക്കെ, പൗലോസ് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. എന്താണ് മനസ്സിലായത്? ദൈവവചനത്തിൽ ഞാൻ മൊത്തം എടുത്തിട്ട് 2 കാരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, മാരിറ്റൽ അൺഫെയ്ത്ത്ഫുൾനെസ് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ അവിശ്വസ്തത. 2, എന്ന് വെച്ചാൽ അവിശ്വാസിയാണ് സ്വന്തം ജീവിത പങ്കാളി. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, സ്വന്തം രക്ഷ നഷ്ടപ്പെടും എന്നൊരവസ്ഥ വന്നാൽ പിരിയാം. അതും പിരിയണമെന്നല്ല, പിരിയാം, പെർമിഷനാണ്. അതല്ലാതെ മറ്റൊന്ന് ഇതുവരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ സിസ്റ്റത്തിൽ മറ്റു ചില കാര്യങ്ങളൂടെ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൂടെ പറയാം. ഭർത്താവ് മദ്യപാനിയാണെന്നിരിക്കട്ടെ. ഭർത്താവ് മദ്യപാനിയാണ്, മദ്യം കഴിച്ചു വന്നാൽ ഭയങ്കരമായി ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നു, ഭയങ്കരമായി തല്ലുന്നു. അത് ജീവന് വരെ ഭീഷണിയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പിരിഞ്ഞു നിൽക്കാം. ഒരു തരത്തിലും നന്നാകുന്നില്ലെങ്കിൽ ചത്തുപോവും. ബോധമില്ലാതെ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു, കത്തിയെടുക്കുന്നു, കഠാര എടുക്കുന്നു, എന്തിൻ്റെ കൊല്ലും എന്ന് പറയുന്നു. മക്കളെല്ലാം അടുത്ത വീട്ടിൽ പോയി താമസിക്കുന്നു. ഭാര്യ എത്ര നാൾ തുടരും? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സെപ്പറേറ്റഡായി ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാറി നിൽക്കാം. കുറേ നാൾ പരിശോധിച്ച ശേഷം ഒരു തരത്തിലും നന്നാകാത്ത കേസുകളിൽ നമുക്ക് സാമാന്യ ബോധം കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഓർക്കുക. ഒരാൾ വിവാഹ ജീവിതത്തിൻ്റെ സ്നേഹ ഉടമ്പടിയിലേക്ക് വന്ന ശേഷം ദൈവസ്ഥലിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. എന്താണത്? പണ്ടത്തെയൊക്കെ വിവാഹ ഉടമ്പടി ഇങ്ങനെയാണ്: സുഖത്തിലും ദുഃഖത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ദാരിദ്ര്യത്തിലും സമ്പത്തിലും ഞാൻ നിന്നോടുകൂടെ വസിച്ച് വിവാഹധർമ്മം നിർവഹിച്ച്, ഭർത്താവാണെങ്കിൽ പറയും ഞാൻ നിന്നെ പോറ്റിയും പുലർത്തിയും. ഒരാൾ പറഞ്ഞു, ബഹളം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, പോറ്റി പുലർത്തും എന്നാണ് പറഞ്ഞത്. പല പോറ്റിമാരുണ്ട്, കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ. ഞാൻ പുലർത്തുന്നതല്ല, പോറ്റി പുലർത്തും എന്നാണ് പറഞ്ഞത്. അച്ഛൻ അങ്ങനെ പറഞ്ഞു തന്നെ.
അങ്ങനെയല്ല പറഞ്ഞാൽ പോറ്റിയും പുലർത്തിയും. ഇതൊക്കെയാണല്ലോ വാക്ക് കൊടുത്തത്. അത് ലംഘിച്ചാൽ തന്നെ വിവാഹം അസാധുവായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട പ്രൊട്ടക്ഷൻ ഇല്ലാതെ എന്നും ക്രൂരമായും മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ വിവാഹ ജീവിതത്തിൻ്റെ വിവാഹബന്ധം നൂലിൽ ആടുകയാണ്. അങ്ങനെയുള്ള പലതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും തീർച്ചയായും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുന്നു. ഓക്കെ, ഒരാൾ പാപത്തിനടിമയായി, ഒരാൾ ഒരു തരത്തിലും റെഡീം ചെയ്യാത്ത രീതിയിലേക്ക് മാറിപ്പോയി, മറ്റേയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനൊരു കേസിൽ പുനർവിവാഹം സാധ്യമാണോ? എൻ്റെ അഭിപ്രായം സാധ്യമാണ്. കാരണം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വീട്ടിൽ കള്ളം കയറി. ഓക്കെ, കള്ളം കയറി കുറേ അധികം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. പിറ്റേ ദിവസം പോലീസ് വന്നപ്പോൾ കള്ളനെ അറസ്റ്റ് ചെയ്തു, നിങ്ങളെ അറസ്റ്റ് ചെയ്തു, രണ്ടുപേരും ജയിലിലിട്ടു. ഇത് ന്യായമാണോ? ഇല്ല. ആരാ തെറ്റ് ചെയ്തത്? ഒരു പാർട്ടിയെ തെറ്റ് ചെയ്തിട്ടുള്ളൂ, കള്ളനെ തെറ്റിയത്. ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും പ്രതികളാക്കരുത്. ചിലപ്പോൾ ജീവിത പങ്കാളികളിൽ ഒരാൾ മര്യാദക്കായിരിക്കും, മറ്റേയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ മറ്റു പ്രശ്നങ്ങളാലോ ഒരുമിച്ച് പോകാൻ സാധ്യമല്ലാത്തൊരു കേസിൽ പിരിയേണ്ടി വന്നാൽ മറ്റേയാൾ പുനർവിവാഹം കഴിച്ചാൽ അത് തെറ്റല്ല എന്നാണ് ഞാൻ സ്ഥാപിക്കുന്നത്. കാരണം എന്താ? അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അയാൾ നിരപരാധിയാണ്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിച്ചേ പറ്റൂ. പക്ഷേ വൺ ക്യാൻ ഓൾവേസ് എക്സ്റ്റെൻഡ് ഫോർഗിവ്നെസ് ടു ദ സ്പൗസ്. എപ്പോഴും എന്ത് ചെയ്യാൻ കഴിയും? ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ കഴിയും, ദൈവികമായ രീതിയിൽ ഇതിനെ കാണാൻ കഴിയും. സാരാംശം ഇത്രയേ ഉള്ളൂ. കർത്താവ് പറയുന്നത്, ടേക്ക് ദ മാരേജ് റിലേഷൻഷിപ്പ് വെരി വെരി സീരിയസ്. വളരെ ഗൗരവപൂർവ്വം വേണം വിവാഹബന്ധത്തെ കാണാൻ. മാത്രമല്ല, ഞാൻ നേരത്തെ ആദ്യം എഴുതി വെച്ചു, ഡിവോഴ്സ് ഈസ് എ ട്രാജഡി. ഒരു വിവാഹമോചനം എപ്പോഴും എന്താണ്? ഒരു ദുരന്തമാണ്. അതുകൊണ്ട് റിമെമ്പർ ഓൾവേസ് ദ റിസ്ക്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസ്ക് നമ്മൾ ഓർക്കണം. മാത്രമല്ല, ദൈവികമല്ലാത്ത കാരണങ്ങളാൽ, വചനം അനുശാസിക്കാത്ത കാരണങ്ങളാൽ പിരിഞ്ഞാൽ, ഉദാഹരണത്തിന് കറിവേപ്പിലയുടെ കാര്യത്തിൽ പിരിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വേവ് ലെങ്ത് ഒക്കെ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞാൽ എന്തു ചെയ്യുന്നു? അവിടെയാണ് രണ്ടുപേരും പുനർവിവാഹം ചെയ്താൽ അഡൾട്ടറി അല്ലെങ്കിൽ വ്യഭിചാര കുറ്റത്തിന് കർത്താവ് കേസെടുക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അടുത്തതിലേക്ക് പോകാം. 33 മുതലുള്ള വചനങ്ങൾ. മാത്യു ചാപ്റ്റർ 5:33. Again, you have heard that it was said to those of old, you shall not swear falsely, but shall perform your oaths to the Lord. But I say to you, do not swear at all, neither by heaven, for it is God's throne, nor by the earth, for it is his footstool, nor by Jerusalem, for it is the city of the great King. Nor shall you swear by your head, because you cannot make one hair white or black. But let your yes be yes and no, no. For whatever is more than this is from the evil one. കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ട് അരുത്, അത് അവൻ്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ട് അരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. നിന്റെ തലയെക്കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. 3 വചനങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു, എഴുതാം. ഇതിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ലെവിറ്റിക്കസ് ചാപ്റ്റർ 19 വേഴ്സ് നമ്പർ 12. ലേവ്യ പുസ്തകം 19:12. Do not swear falsely by my name, and so profane the name of your God. I am the Lord. എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവ ആകുന്നു. ദൈവം പറയുകയാണ്, എൻ്റെ പേരെടുത്ത് കള്ളസത്യം ചെയ്ത് എൻ്റെ പേരിനെ നീ അശുദ്ധമാക്കരുത്. ഒത്തിരി പേര് ചെയ്യുന്നൊരു പരിപാടിയാണ്. ദൈവത്താണ് സത്യം. അതെന്താണത്? കള്ളസത്യം. ഒരു കള്ളം സ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുകയാണ്.
ശരിയായ സത്യത്തെക്കുറിച്ചല്ലോട്ടോ ഇത് പറയുന്നത്, കള്ളസത്യം ചെയ്തതിനെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും പറഞ്ഞു കള്ളസത്യം. സത്യമുണ്ട്, കള്ളസത്യമുണ്ട്. അതെന്താ തമ്മിലുള്ള വ്യത്യാസം? സത്യം സത്യമാണ്, ട്രൂത്ത് ഈസ് ട്രൂത്ത്. കള്ളസത്യം എന്ന് പറയുന്നത് സത്യത്തെ പോലെ കള്ളത്തെ കൊണ്ടുവന്ന് പരിവേഷമണിയിച്ച് ഉടുപ്പിടിച്ച് അവതരിപ്പിച്ച് ആളുകളെ സത്യമാണ് ധരിപ്പിക്കുന്നതാണ് കള്ളസത്യം. അത് സ്ഥാപിക്കാൻ വേണ്ടി നീ എൻ്റെ പേരെടുക്കരുത്. വ്യക്തമായി മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. അടുത്തത് നമ്പേഴ്സ് 32, സംഖ്യാപുസ്തകം 30, 2-ാം വചനം. When a man makes a vow to the Lord or takes an oath to obligate himself by a pledge, he must not break his word but must do everything he said. ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നേരുകയോ ഒരു പരിവർജന വ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിന് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെയൊക്കെ നിവർത്തിക്കണം. ഇത് ദൈവത്തോട് ചെയ്യുന്ന ചില നേർച്ച കഴിക്കുക എന്നൊക്കെ പറയില്ലേ, വൗസ്. When a man makes a vow to the Lord, ഒരാൾ ദൈവത്തോട് പറയുക, നീ ഇന്നതുപോലെ എൻ്റെ പ്രാർത്ഥന കേട്ടാൽ ഞാൻ ഇന്നത് ചെയ്തു തരാം. നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞു പോവും. ഇതാണ് ദൈവത്തോട് നേർച്ച കഴിക്കുക എന്ന് പറയുന്നത്. സാധാരണ നാട്ടുകടപ്പിൽ നേർച്ചയെക്കുറിച്ചല്ലോട്ടെ ഇത് പറയും. അക്കാലത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വാക്ക് ലംഘിക്കരുത്. എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് യിഫ്താഹ് എന്ന് പറയുന്നൊരു ന്യായാധിപനുണ്ടായിരുന്നു. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ശത്രുക്കളുടെ മേൽ എനിക്ക് ജയം തന്നാൽ, യുദ്ധത്തിൽ എനിക്ക് ജയം തന്നാൽ എൻ്റെ മകളെ ഞാൻ നിനക്ക് തന്നേക്കാം, ബലി കഴിച്ചേക്കാം. പറഞ്ഞുപോയി. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കണം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. ഇപ്പോഴല്ല, പിന്നീട് വായിച്ചാൽ മതി. അവസാനം പറഞ്ഞുപോയി എന്നതുകൊണ്ട് അപ്രകാരം ചെയ്യേണ്ടി വന്നു. പക്ഷേ വാസ്തവത്തിൽ എന്താണ് അവിടെ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. Exodus 20 verse number 7, പുറപ്പാട് പുസ്തകം 20:7, അത് 10 കൽപ്പനകളുടെ ഭാഗമാണ്. You shall not misuse the name of the Lord your God, for the Lord will not hold anyone guiltless who misuses his name. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. തൻ്റെ നാമം വൃഥ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ഈ കൽപ്പന നേരത്തെ വായിച്ചിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ നാമം വൃഥ എടുക്കരുത്, അതൊരു കൽപ്പനയാണ്. കാരണം എന്താണ്? ആരുടെയെങ്കിലുമൊക്കെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും നടക്കണമെങ്കിൽ, ഇവിടെ നടക്കാറുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകാതെ പാസ്റ്റർ പറഞ്ഞേക്കണേ ഇങ്ങനെയാണ്. ഇത് കേട്ടാണ് ഈ കൽപ്പന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ പൊരുൾ തിരിഞ്ഞത് അപ്പോഴാണ്. ഇനി വീടുകളിൽ നടക്കാറുണ്ട്. അപ്പൻ്റെ പേര് ഡാഡി പറഞ്ഞേക്കണേ ഇങ്ങനെ ചെയ്യാനാ. ആര് പറയും? ഭാര്യ പറയും, വൈഫ്. കാരണം പിള്ളേരെ അനുസരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് പറയുകയാണ് ഡാഡിയുടെ നാമത്തിൽ. ഇതുപോലെ പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമം എടുത്ത് നീ ഇതുപോലെ ദുരുപയോഗം ചെയ്യരുത്. യു ഷാൽ നോട്ട് മിസ്യൂസ് ദ നെയിം ഓഫ് ദ ലോർഡ് യുവർ ഗോഡ്. അങ്ങനെ ഉപയോഗിക്കരുത്. അപ്പോൾ അടുത്തൊരു ചോദ്യം. അപ്പോൾ ഇത് 2 കാര്യം ഇവിടെ പറയുന്നു. ഒന്ന്, കള്ളസത്യം ചെയ്യുന്നതിനെക്കുറിച്ച്. 2, ദൈവത്തോടൊരു കാര്യം നേർച്ച നേർന്നാൽ നിവർത്തിക്കുന്നതിനെക്കുറിച്ച്. ഈ 2 കാര്യങ്ങൾ എടുത്താണ് കർത്താവ് പറയുന്നത്. അടുത്തത്, പുതിയ നിയമത്തിൽ, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ, ക്യാൻ എനിവൺ ടേക്ക് ഓത്ത് ഇൻ ദ നെയിം ഓഫ് ഗോഡ്? ദൈവനാമത്തിൽ സത്യം ചെയ്യാമോ? കള്ളസത്യം ചെയ്യരുതെന്നാണ് പറഞ്ഞത്. സത്യം ചെയ്യാമോ? വചനം തന്നെ നോക്കാം. ഞാൻ പറഞ്ഞു, വചനത്തെ വചനം കൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ. നോക്കാം. ഡ്യൂട്രോണമി 10:20, ആവർത്തന പുസ്തകം 10:20 വചനം. Fear the Lord your God and serve him. Hold fast him and take your oaths in his name. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. കള്ളസത്യം ചെയ്യരുത് അവൻ്റെ നാമത്തിൽ. സത്യമാണെങ്കിൽ അവൻ്റെ നാമത്തിൽ ചെയ്യാം, നോ പ്രോബ്ലം. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഉദാഹരണത്തിന്, വിവാഹ ഉടമ്പടി എങ്ങനെ നടത്തുന്നത്? ഞാനിവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. 2 പേരെയും കൈപിടിപ്പിച്ച ശേഷം ഉടമ്പടി കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ നാമത്തിലും ദൈവദൂതന്മാരുടെ സാന്നിധ്യത്തിലും
അതുപോലെ ദൈവസഭ, ദൈവവചനം, ഇതിനെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഉടമ്പടി ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്നാണ് ഉടമ്പടി തുടങ്ങുന്നത്. ത്രിത്വനാമത്തിലാണ് തുടങ്ങുന്നത്. ആ നാമത്തിലാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക്, ഒരു സ്ത്രീ പുരുഷന് വാക്ക് കൊടുക്കുന്നത്. ദർ ഈസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. അതിനെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്. കള്ളസത്യം ചെയ്യുന്നതിനെക്കുറിച്ച്, ദൈവനാമത്തെ എടുത്തിട്ട് കള്ളസത്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇൻ എ ട്രൂത്ത്ഫുൾ വേ യു ക്യാൻ യൂസ് ദ നെയിം ഓഫ് ദ ലോർഡ്. സത്യം ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു സത്യമായ ഒരു കാര്യത്തിന് വേണ്ടി ദൈവനാമത്തെ എടുക്കാം. ഉദാഹരണത്തിന് പല കോടതികളിലും ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായാൽ അവസാനം ഇയാൾ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് തെര്യപ്പെടുത്താൻ വേണ്ടി ബൈബിളിൽ തൊട്ടിട്ട് പറയാൻ പറയും. ഇന്നും കോടതികളിലുണ്ട്. ശരിയാണോ? ബൈബിളിൽ കൈവച്ചിട്ടാണ് പറയിപ്പിക്കുന്നത്. ഇന്നുമുണ്ട്. പക്ഷെ അക്കാലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നൊരു രീതി എന്ന് വെച്ചാൽ, ചുമ്മാ ഇങ്ങനെ ഏത് കാരണവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവനാമത്താൽ ദൈവത്തെ കൂട്ടുപിടിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. അവിടെ വേറെ ചില കാര്യങ്ങളിലൂടെ മത്തായി സുവിശേഷം 5 കണ്ടത്, ആലയത്തെ കൊണ്ട് ചെയ്യരുത്, തലയെ കൊണ്ട് ചെയ്യരുത്, കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് കൊടുത്ത് ഇതെ കൊണ്ടൊന്നും നീ ചെയ്യരുത് എന്ന് പറയാൻ കാരണം, അക്കാലത്ത് ജെറൂസലേം ദേവാലയത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നൊരു കമാനം ഉണ്ടായിരുന്നു. അതായത് സ്വർണം കൊണ്ടുണ്ടാക്കിയൊരു താഴികക്കുടം പോലെ. ചിലർ പറയും ആ ദേവാലയത്തിൻ്റെ താഴികക്കുടത്താലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യും. അടുത്തത് ആ താഴികക്കുടത്തിലെ സ്വർണ്ണത്താലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യും. ചിലർ തലയെ വെച്ച് സത്യം, ചിലർ അമ്മയെ വെച്ച് സത്യം ചെയ്യും. അത് ഇന്നുമുണ്ട്. അമ്മയാണ് സത്യം, അച്ഛനാണ് സത്യം. ശരിയാണോ? ഇതൊന്നും നീ ചെയ്യരുത്, ഇതിനെ പ്രതി നീ ചെയ്യരുത് എന്ന് കർത്താവ് പറയുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം ജീസസ് ഈസ് എവറിത്തിങ് ഈസ് അൾട്ടിമേറ്റ്ലി ഗോഡ്സ്. ഇതൊക്കെ പറഞ്ഞാലും എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? ദൈവത്തെ ബാധിക്കുന്ന ഇതെല്ലാം ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് നീ അത് ചെയ്യരുത്. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, നിൻ്റെ തലമുടിയെ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ സാധ്യമല്ല. അന്ന് ഡൈ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് കറുപ്പിക്കുകയും വെളുപ്പിക്കുകയും ചോമ്പിക്കുകയും നീലയാക്കിയും പച്ചയാക്കിയും പല വർണ്ണത്തിലാക്കിയും മയിൽപ്പീലി പോലെ ആക്കിയും എല്ലാം ചെയ്യുന്ന പരിപാടികളുണ്ട്. ഇതിനെക്കുറിച്ചും അല്ല കർത്താവ് ഉദ്ദേശിച്ചത്. നിനക്ക് സാധിക്കുമോ? ഡൈ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. അല്ലാതെ ഒരാൾക്ക് മുടി കറുക്കട്ടെ, മുടി വെളുക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുമോ? നോ. അത് നടക്കില്ലെങ്കിൽ നിൻ്റെ തലയാണ പോലും നീ സത്യം ചെയ്യരുത്. എന്നാൽ പൗലോസിൻ്റെ കാര്യത്തിൽ റോമാലേഖനം 1:9 ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ പറയുന്നത് ഗോഡ് ഈസ് മൈ വിറ്റ്നസ്. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല എന്ന് തുടർന്ന് വായിച്ചാൽ കാണാം. ദൈവനാമത്താൽ അവിടെ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പൗലോസ് പറയുന്നു. ഇനി വെളിപാട് പുസ്തകം 10-ാം അധ്യായം 5-6 വചനങ്ങളിൽ ഒരു ദൂതൻ വന്നിട്ട് ദ ഏഞ്ചൽ സ്വേഴ്സ് ബൈ ദ നെയിം ഓഫ് ദ ലോർഡ്. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ദൂതൻ അർത്ഥം എന്ത് മനസ്സിലാക്കുന്നു? ചില കാര്യങ്ങളിൽ, സത്യമായൊരു കാര്യങ്ങളെ അത് ഉറപ്പാണെന്ന് സ്ഥാപിക്കാൻ ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു കള്ളത്തെ സത്യമാക്കാൻ വേണ്ടി ദൈവനാമത്തെ ഉപയോഗിക്കുന്നത് ദൈവനാമത്തിൻ്റെ ദുരുപയോഗമാണ്. അത് കൽപ്പനാ ലംഘനം കൂടിയാണ് എന്ന് നമ്മൾ മറക്കരുത്. പക്ഷെ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതൊന്നും വാസ്തവത്തിൽ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? സത്യം മാത്രം പറഞ്ഞാൽ പോരെ. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? സത്യം മാത്രം സംസാരിക്കുന്ന ഒരാൾക്ക് സത്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും. വായിച്ചേ, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഉവ്വ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഉവ്വ് തന്നെ ആയിരിക്കണം. നീ പോയോടാ? ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോയില്ല എന്ന് തന്നെ ആയിരിക്കണം. നീ പോയോ? ഉവ്വ്. ഉവ്വ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉവ്വ് തന്നെ ആയിരിക്കണം. മാറ്റി മറിച്ചും കള്ളം പറയരുത്. അങ്ങനെ സത്യം സംസാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായി സത്യം ചെയ്യേണ്ട ആവശ്യം വരില്ല. പുതിയ നിയമത്തിൽ നമ്മൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നവരായിരിക്കണം. എഫേസ്യ ലേഖനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ 11 മുതൽ താഴേക്ക് ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ നാം ചെയ്യുന്നെങ്കിൽ നാം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് വിവിധ
കാറ്റിൽ 15-ാമത്തെ വചനമാണ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. 15-ാമത്തെ വചനം. ഹല്ലേലൂയ. ചേർന്ന് വായിക്കാമോ? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും.